ഹായ് ഫ്രണ്ട്സ്, ഇൻഫോസോണിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സിലേക്കുള്ള അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദ കോഴ്സിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കോഴ്സിനും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അഡ്മിഷൻ നടത്തുക. അപ്പോൾ ആ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നടത്തുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ തന്നെ വളരെ വിശദമായിട്ട് തന്നെ ഓരോ കോഴ്സിനെ പറ്റി എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അത് BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് കോഴ്സ് ആയിക്കോട്ടെ, ബിസിനസ് കോഴ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്സ് സ്ട്രീമിൽപ്പെട്ട കോഴ്സുകളായിക്കോട്ടെ, എല്ലാത്തിനെയും പറ്റി നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു ഇൻഫർമേഷൻ കേൾക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ ലാംഗ്വേജസിൻ്റെ കാര്യമാണ്. അതായത് BA ഇംഗ്ലീഷ്, BA മലയാളം പോലുള്ള ലാംഗ്വേജ് കോഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് വിത്ത് ലിറ്ററേച്ചർ, അതുപോലെ തന്നെ BA ഇംഗ്ലീഷ് വിത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം, BA ഫങ്ഷണൽ ഇംഗ്ലീഷ്, ഇത്രയും കോഴ്സുകളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരുപോലെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ +2ൻ്റെ ടോട്ടൽ മാർക്ക്, അതോടൊപ്പം ഇംഗ്ലീഷിൻ്റെ മാർക്ക് വീണ്ടും ആഡ് ചെയ്യുക. അതോടൊപ്പം 20 മാർക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഇംഗ്ലീഷോ പഠിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു 20 മാർക്ക് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ നോക്കുന്ന ലാംഗ്വേജ് BA മലയാളമാണ്. ഇവിടെയും നേരത്തെ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ +2ൻ്റെ ടോട്ടൽ മാർക്ക് ആഡ് ചെയ്യുക. അതോടൊപ്പം സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മാർക്ക് വീണ്ടും ആഡ് ചെയ്യുക. ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണോ നിങ്ങൾ പഠിച്ചത് അതിൻ്റെ മാർക്ക് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ 20 മാർക്ക് കൂടി ആഡ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ BA മലയാളത്തിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഉറുദു ആണെങ്കിലും സാൻസ്കൃത് ആണെങ്കിലും പോലെ തന്നെയാണ്. അധികം ആൾക്കാരും BA മലയാളം, BA ഇംഗ്ലീഷ് എടുക്കുന്നതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറഞ്ഞു പോയത്. ഇനി സയൻസ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. അതായത് BSc പോലെയുള്ള സയൻസ് സ്ട്രീമിൻ്റെ കാര്യം എടുക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളുണ്ട്. അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നും പരിശോധിച്ച് പോവാം. ആദ്യം തന്നെ പറയുന്നത് BSc ഫിസിക്സിൻ്റെ കാര്യമാണ്. BSc ഫിസിക്സ് ആയിക്കോട്ടെ, BSc അപ്ലൈഡ് ഫിസിക്സ് ആയിക്കോട്ടെ, രണ്ടിനും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പാർട്ട് 3 വിഷയങ്ങളുടെ ടോട്ടൽ മാർക്ക്, അതായത് മലയാളവും ഇംഗ്ലീഷും, അതായത് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഒഴികെയുള്ള പാർട്ട് 1, പാർട്ട് 2 വിഷയങ്ങൾ ഒഴികെയുള്ള ബാക്കി 4 സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്കിനോടൊപ്പം ഫിസിക്സിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് അപ്ലൈഡ് ഫിസിക്സ് ആയാലും BSc ഫിസിക്സ് ആയാലും നമ്മൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. BSc മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ BSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുമ്പോൾ BSc ഫിസിക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. ടോട്ടൽ മാർക്ക് ഓഫ് പാർട്ട് 3 ആഡ് ചെയ്യുക. അതോടൊപ്പം മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് വീണ്ടും ആഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മാർക്കുകൾ അല്ലെങ്കിൽ വെയിറ്റേജ് മാർക്കുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് BSc കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ്. BSc കെമിസ്ട്രി, BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, അതുപോലെ തന്നെ BSc ബയോ കെമിസ്ട്രി, ഈ 3 വിഷയങ്ങളിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് 3യുടെ മാർക്കിനോടൊപ്പം കെമിസ്ട്രിയുടെ മാർക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. ഇതിൽ BSc ബയോ കെമിസ്ട്രിയുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പാർട്ട് 3യുടെ മാർക്കിനോടൊപ്പം നമുക്ക് ബയോളജിയുടെ മാർക്ക് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ മാർക്ക് ആഡ് ചെയ്യാൻ പറ്റും. വെയിറ്റേജ് ഈ 2 വിഷയങ്ങൾക്കും വെയിറ്റേജ് ഒരുപോലെ വരുന്നുണ്ട്. ഏത് വിഷയത്തിനാണോ മാർക്ക് കൂടുതൽ ആ വിഷയത്തിൻ്റെ മാർക്കാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇവിടെ ബയോളജിയുടെ മാർക്ക് കൂടിയത് കൊണ്ടാണ് ബയോളജിയുടെ മാർക്ക് ആഡ് ചെയ്തത്. ഇവിടെ കെമിസ്ട്രിയുടെ മാർക്കാണ് കൂടുതലായിരുന്നുവെങ്കിൽ കെമിസ്ട്രിയുടെ മാർക്കായിരിക്കും ആഡ് ചെയ്യുക. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. നമ്മളിനി പരിശോധിക്കുന്നത് ബയോളജി സ്ട്രീമിലെ ഡിഗ്രി കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനാണ്. BSc അക്വാകൾച്ചർ, BSc ബയോടെക്നോളജി, BSc ബോട്ടണി, BSc ജെനറ്റിക്സ്, BSc മൈക്രോബയോളജി, BSc പ്ലാന്റ് സയൻസ്, BSc സുവോളജി എന്നീ വിഷയങ്ങളിൽ നമ്മൾ മാർക്ക് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇൻഡെക്സ് മാർക്ക് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ മാർക്ക് ഓഫ് പാർട്ട് 3 അതോടൊപ്പം ബയോളജിയുടെ മാർക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിലും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ബയോളജിയുടെ മാർക്കാണ് വെയിറ്റേജ് മാർക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ BSc എൻവയോൺമെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റിലാണെങ്കിൽ ടോട്ടൽ മാർക്ക് ഓഫ് പാർട്ട് 3 പ്ലസ് 1/4 ഓഫ് ബയോളജിയുടെ മാർക്ക്. അങ്ങനെയാണ് ഇവിടെയും ബയോളജിയുടെ മാർക്ക് തന്നെയാണ് വെയിറ്റേജ് ആയിട്ട് എടുക്കുന്നതെങ്കിലും ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ 1/4 ഓഫ് ബയോളജിയുടെ മാർക്കേ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു BSc ബയോ കെമിസ്ട്രിയുടെ കാര്യം. ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി രണ്ട് വിഷയത്തിന് ഒരുപോലെ വെയിറ്റേജ് ഉണ്ട്. ഏത് വിഷയത്തിനാണോ മാർക്ക് കൂടുതൽ ആ വിഷയത്തിൻ്റെ മാർക്കിനോടൊപ്പം ടോട്ടൽ മാർക്ക് ഓഫ് പാർട്ട് 3 ആണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഒരു ഡിഗ്രി കോഴ്സാണ് BSc ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പാർട്ട് 3യുടെ ടോട്ടൽ മാർക്കിനോടൊപ്പം ഫിസിക്സിൻ്റെയോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ മാർക്കാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് ടോട്ടൽ മാർക്ക് ഉണ്ടാവും നമുക്ക് പാർട്ട് 3 ഇംഗ്ലീഷും മലയാളവും ഒഴികെയുള്ള ടോട്ടൽ മാർക്ക് ഉണ്ടാവും. അതിൻ്റെയോടൊപ്പം ഫിസിക്സിൻ്റെയോ കെമിസ്ട്രിയുടെയോ മാർക്കാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. BSc ജിയോഗ്രഫിയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ടോട്ടൽ മാർക്ക് ഓഫ് പാർട്ട് 3 പ്ലസ് ജിയോഗ്രഫിയുടെ മാർക്കാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ +2ൻ്റെ ടോട്ടൽ മാർക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഒക്കെ അടക്കമുള്ള എല്ലാ വിഷയങ്ങളുടെയും ടോട്ടൽ മാർക്കാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. BSc IT ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതായത് BSc ഇൻഫർമേഷൻ ടെക്നോളജിയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ടോട്ടൽ മാർക്ക് ഓഫ് പാർട്ട് 3യോടൊപ്പം മാത്സിൻ്റെ മാർക്ക് അല്ലെങ്കിൽ CS-ൻ്റെ മാർക്കാണ് ആഡ് ചെയ്യുക. ഇനി BCA ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ടോട്ടൽ മാർക്ക് ഓഫ് പാർട്ട് 3 പ്ലസ് മാത്സിൻ്റെ മാർക്കാണ് ആഡ് ചെയ്യുക. ഇത് മാത്സ് പഠിച്ച കുട്ടികളുടെ കാര്യത്തിലാണ്. ഇനി മാത്സ് പഠിക്കാത്ത കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ടോട്ടൽ മാർക്ക് ഓഫ് പാർട്ട് 3യോടൊപ്പം കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ മാർക്ക് അല്ലെങ്കിൽ ITയുടെ മാർക്ക് അല്ലെങ്കിൽ ഇൻഫോർമാറ്റിക്സിൻ്റെ മാർക്ക്, ഇതിൽ ഏതെങ്കിലും 4 വിഷയത്തിൽ ഒന്നിൻ്റെ മാർക്കാണ് ടോട്ടൽ മാർക്ക് ഓഫ് പാർട്ട് 3യോടൊപ്പം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ BSc ജിയോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ മാർക്ക് ഓഫ് പാർട്ട് 3 പ്ലസ് ഫിസിക്സിൻ്റെ മാർക്ക് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ മാർക്ക് അല്ലെങ്കിൽ ബയോളജിയുടെ മാർക്ക് അല്ലെങ്കിൽ ജിയോളജിയുടെ മാർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് അല്ലെങ്കിൽ മാത്സിൻ്റെ മാർക്ക്, ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാർക്ക് ഒപ്പം പാർട്ട് 3യുടെ മാർക്കാണ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിഷയങ്ങളൊന്നും പഠിക്കാത്ത ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ പഠിച്ചു വന്ന കുട്ടിയാണെങ്കിൽ പാർട്ട് 3യുടെ മാർക്കിനോടൊപ്പം ജിയോളജിയുടെ മാർക്കാണ് ആഡ് ചെയ്യുക. ഇപ്പോൾ സയൻസ് സ്ട്രീമിൽ പഠിച്ചവർക്കായിരിക്കും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ ഉണ്ടാവുക. ഹ്യൂമാനിറ്റീസിലുള്ളവർക്ക് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ മാർക്ക് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. പാർട്ട് 3യോടൊപ്പം ജിയോളജിയുടെ മാർക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാറ്. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ ബിരുദമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവയുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. BA എക്കണോമിക്സ്, BA എക്കണോമിക്സ് വിത്ത് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, BA എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ്, BA എക്കണോമിക്സ് വിത്ത് ഇസ്ലാമിക് ഫിനാൻസ് എന്നീ വിഷയങ്ങളിൽ നിങ്ങൾ ബിരുദമെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ ടോട്ടൽ മാർക്കിനോടൊപ്പം ഒരു 50 മാർക്ക് കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 50 മാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ ടോട്ടൽ മാർക്കിനോടൊപ്പം ഒരു 50 മാർക്ക് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ BA ഹിസ്റ്ററി, BA ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് +2ൻ്റെ ടോട്ടൽ മാർക്കിനോടൊപ്പം ഇസ്ലാമിക് ഹിസ്റ്ററിയോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 മാർക്ക് കൂടി ആഡ് ചെയ്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് മാനേജ്മെൻറ്റ് കോഴ്സുകൾ, അതായത് BBA പോലെയുള്ള മാനേജ്മെൻറ്റ് കോഴ്സുകളുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് പരിശോധിക്കാം. BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BA ടെലിവിഷൻ ആൻഡ് ഫിലിം പ്രൊഡക്ഷൻ, BSW അതായത് ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്കർ, BA ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ മാനേജ്മെൻറ്റ് കോഴ്സുകളാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് മാത്രമേ ആഡ് ചെയ്യേണ്ടതുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. വേറൊരു വെയിറ്റേജ് മാർക്കുകൾ ഈ ഒരു വിഷയങ്ങൾക്ക് വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ BA ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ ടോട്ടൽ മാർക്കിനോടൊപ്പം ടൂറിസം എന്ന വിഷയം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. BBA വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ BCom വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ കോഴ്സിലേക്കും ഒരുപോലെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ടോട്ടൽ മാർക്കിനോടൊപ്പം 25 മാർക്ക് നിങ്ങൾ
കൊമേഴ്സ് സ്ട്രീമിൽപ്പെട്ട ഏതെങ്കിലും വിഷയം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പരമാവധി 2 വിഷയങ്ങൾ നിങ്ങൾ കൊമേഴ്സ് സ്ട്രീമിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 മാർക്ക് വരെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, അക്കൗണ്ടൻസി വിത്ത് AFS, അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇവയിൽ ഏതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 മാർക്ക് വീതം ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 വിഷയങ്ങൾ അല്ലെങ്കിൽ 3 വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 50 മാർക്ക് വരെ ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്കാണ്. നിങ്ങൾ ഒരുപക്ഷെ 3 വിഷയങ്ങൾ വരെ അക്കൗണ്ടൻസി, അതുപോലെ തന്നെ അക്കൗണ്ടൻസി വിത്ത് ഓഡിറ്റിംഗ്, അതുപോലെ തന്നെ ബാങ്കിങ് വിത്ത് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എങ്കിൽ കൂടി നിങ്ങൾക്ക് 2 വിഷയങ്ങളുടെ മാർക്ക് മാത്രമേ വെയിറ്റേജിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. 25 മാർക്കാണ് ഒരു വിഷയത്തിന് വെയിറ്റേജായി നൽകുന്നത്. അത് നിങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് BCom സ്ട്രീമിൽപ്പെട്ട എല്ലാ കോഴ്സുകളും BBA സ്ട്രീമിൽപ്പെട്ട എല്ലാ കോഴ്സുകൾക്കും വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ നിങ്ങളിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. മുമ്പും ഞാനൊരു ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അതും കൂടി നിങ്ങൾ ഇതോടൊപ്പം കാണുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവും. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓട്ടോണമസ് കോളേജിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അതൊക്കെ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടൂ, അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സാണ് അവർക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളൊരു ധാരണ അവർക്കും നിങ്ങൾക്കും ഒരുപോലെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു.